ഹലോ, മുട്ടയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് പാലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഈസ്റ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മിക്സ് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ അങ്ങനെ തന്നെ വെക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും വേറൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് മൈദ ഇട്ടിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സില്ലേ, അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു പാകത്തിന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ബാറ്റർ നല്ല സോഫ്റ്റായിട്ട് വരും. ഈ സമയം നമുക്കിതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പറോ ഒരു ക്ലോത്തോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഈ സമയം നമ്മളിതൊന്നും കൂടെ കുഴച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയും കൂടെ എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബട്ടർ പേപ്പറാണ്. നിങ്ങൾക്ക് കിച്ചൺ സ്ലാബിലിട്ട് പരത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. എൻ്റെ കയ്യിലിപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ എടുത്തേ ഉള്ളൂ. ഇനി ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് മൈദ വിതറി കൊടുക്കാം. വിതറിയിട്ട് ഈ ബാറ്ററും കൂടെ അതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല, കാരണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനുള്ളതല്ലേ. എന്നാൽ ഒത്തിരി കട്ടി കുറഞ്ഞ് പോവുകയും ചെയ്യരുത്, ഒത്തിരി കട്ടി കൂടി പോവുകയും ചെയ്യരുത്. ഒരു മീഡിയം സൈസിൽ വേണം ഇത് നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എന്തിൻ്റെയും അടപ്പുണ്ടെങ്കിൽ, പാത്രങ്ങളുടെ അടപ്പുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്ന മാവെല്ലാം ഞാൻ ഇതെടുത്ത് മാറ്റുന്നുണ്ട്. ഏകദേശം ഒരു 10 തൊട്ട് 15 ഡോണറ്റ്സ് വരെ നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു കുഞ്ഞ് കുപ്പിയുടെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ച് നമുക്ക് നടുക്കൂടെ ഒന്ന് ഹോളിട്ട് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിവിടെ 2-3 ഡോണറ്റ്സ് ഒന്നിച്ചാണ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള എണ്ണയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഈ ഡോണറ്റ്സ് നമുക്ക് തിരിച്ചും മറിച്ചും എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എല്ലാം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിങ്സ് ആണ് കൊടുക്കേണ്ടത്. ടോപ്പിങ്സിനായിട്ട് ഞാനിവിടെ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ഡയറി മിൽക്ക് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഡോണറ്റ്സ് ഇട്ട് നല്ലോണം ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.